സുഹൃത്തുക്കളെ, കേരള വികസനത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് എന്നും കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയാണ് CPIM. ഈ കാഴ്ചപ്പാടാകട്ടെ കേരളത്തിൻ്റെ പ്രശ്നത്തെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ വർഗവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഐക്യ കേരളത്തിനായുള്ള പ്രക്ഷോഭണ നാളുകളിലടക്കം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. വികസനത്തിൻ്റെ വർഗപരമായ ചട്ടക്കൂടും വികസന നയങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാടുമാണ് അടിസ്ഥാന പ്രശ്നം. എന്നാൽ വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന ലഘുലേഖയിൽ വർഷങ്ങൾക്ക് മുമ്പ് EMS നിരീക്ഷിച്ചത് ഇത്തരുണത്തിൽ പ്രസക്തമാണ്. ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളും അതിൻ്റെ സാധ്യതകളും രാജ്യത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാജ്യം പിന്തുടരുന്ന വികസന കാഴ്ചപ്പാടും നയങ്ങളും കേരള വികസനത്തെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യമാകട്ടെ മുതലാളിത്ത വികസന പാത സ്വീകരിക്കുകയും നവലിബറൽ നയങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത്. നവലിബറൽ നയങ്ങൾ പിന്തുടരുക മാത്രമല്ല, സാമ്രാജ്യത്വ അനുകൂല നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. ആഗോളവൽക്കരണ നയങ്ങൾ ആടിത്തിമിർത്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ മുതലാളിത്ത വികസന പാതയുടെ രീതികൾ കൂടുതൽ കർശനവും ശക്തവുമായിട്ടുണ്ട്. ഉത്പാദനത്തിലെയും ഉത്പാദനക്ഷമതയിലെയും കുറിച്ച് പെരുകുന്ന വിദേശക്കടം, കള്ളപ്പണം, ഇത് ഉളവാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, പൊതുമേഖലയോടുള്ള വിപ്രതിപത്തി, സ്വകാര്യ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ശക്തിപ്പെടൽ, തൊഴിലില്ലായ്മ തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഫലമായി കണ്ടുവരുന്ന പ്രവണതകളാണ്. ഈ സാമ്പത്തിക നയങ്ങളുടെ പൊളിച്ചെഴുത്തിലൂടെയും അതിന് സഹായകമായ ജനകീയ ഇടപെടലിലൂടെയും മാത്രമേ സാമ്രാജ്യത്വ നയങ്ങളെ എതിർക്കാനും ജനപക്ഷത്തു നിന്നുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനും കഴിയും. എന്നാൽ ഈ മുതലാളിത്ത വികസന പാതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും തുടർന്ന വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റുകളും ബദൽ നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിയ നയങ്ങളുടെ ഫലമായി രൂപപ്പെട്ട കേരള മോഡൽ വികസനത്തെ പറ്റിയുള്ള ഗൗരവതരമായ സംവാദങ്ങളിലേക്ക് ഇടം പിടിക്കുന്നതുമാണ്. കാർഷിക ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഫലപ്രദമായ ഭൂമി വിതരണവും വിദ്യാഭ്യാസ നയങ്ങൾ സൃഷ്ടിച്ച ആ രംഗത്തെ ജനാധിപത്യവൽക്കരണവും സാർവത്രികവൽക്കരണവും ആയിരുന്നു. ആ വികസനത്തിന്റെ അടിസ്ഥാന ശിലകളിൽ പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന ജനവിഭാഗങ്ങൾക്ക് സ്വന്തം കിടപ്പാടം ഉണ്ടായതും സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും കൈവരിച്ച നേട്ടങ്ങളും അനുബന്ധ നേട്ടങ്ങളെന്ന നിലയിലുണ്ടായ ശിശുമരണത്തിലെ കുറവ്, ജനസംഖ്യാ വർധനവിലെ കുറവ്, ആയുർദൈർഘ്യത്തിലുണ്ടായ വർധനവ് എന്നിവയെല്ലാം തന്നെ കേരള മോഡൽ വികസനത്തിന്റെ ശക്തി പകർന്ന ഘടകങ്ങളായിരുന്നു എന്നത് ആർക്കും തർക്കമില്ല. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യവും ഇടതുപക്ഷ സാന്നിധ്യവും ഉയർന്ന രാഷ്ട്രീയ ബോധവും ഈ മുന്നേറ്റത്തിന് ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയിൽ പ്രതിഫലിച്ചിട്ടില്ല. അതേപോലെ ഭൂപരിഷ്കരണം നടത്തിയിട്ടും ഉൽപാദന വർധനവ് ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് വികസനം സാധ്യമായെങ്കിലും വ്യാവസായിക വികസനം വേണ്ടത്ര ഉണ്ടായില്ല. ഇതിന്റെ ഫലമായി തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തു. ഇതുമൂലം മുൻകാലത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയാതെ വന്നു. ചുരുക്കത്തിൽ സാമൂഹ്യ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾക്ക് ആനുപാതികമായ സാമ്പത്തിക വളർച്ചയോ ഉൽപാദന വർധനവോ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ആഗോളവൽക്കരണ നയവും നവലിബറൽ സാമ്പത്തിക നയങ്ങളും
ഈ സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് നാം കേരള വികസനത്തിന്റെ പുതിയ പരിപ്രേക്ഷ്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ആഗോളവൽക്കരണത്തിന്റെ അഭിരുചികൾ സജീവമായതോടെ ഉപഭോക്തൃ സംസ്ഥാനമെന്ന കേരളത്തിന്റെ സവിശേഷത കൂടുതൽ ശക്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക എന്നതിൽ നിന്ന് എന്തും വാങ്ങി ഉപയോഗിക്കുക എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നു. ഫലമോ കൃഷിയിടങ്ങൾ വ്യാപകമായി നികത്തി ഫ്ളാറ്റുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും പടുത്തുയർത്താൻ തുടങ്ങി. അങ്ങനെ 70കളിൽ 15 ലക്ഷം ഹെക്ടറിലേറെ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നത് ഇന്ന് 2.5 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. ഈ നെല്ലുൽപാദനത്തിലും സുരക്ഷയിലും മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് നമ്മുടെ കാർഷിക സംസ്കൃതിയിലും ശോഷണമുണ്ടായി. നാണ്യവിളകൾക്ക് വഴിമാറിയ കർഷകരും ആഗോളവൽക്കരണത്തിന്റെ ഫലമായി വിലത്തകർച്ച നേരിട്ടതോടെ പ്രതിസന്ധിയിലുമായി. റബ്ബറിനുണ്ടായ സമീപകാല വിലയിടിവും അത് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളും ഇത്തരത്തിൽ പ്രസക്തമാണ്. അരിയുടെ കാര്യത്തിൽ മാത്രമല്ല, പച്ചക്കറിയിലും നാം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. വൻകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ നാം എന്നും പിറകിലാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ജനസാന്ദ്രത, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വൻ വ്യവസായങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു. ഈ അവസ്ഥയിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ വ്യാപകമാക്കുന്നതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമാണ് മറ്റൊരു പ്രശ്നം. വൈദ്യുതി ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുവാൻ കഴിയണം. റോഡുകളും ജലമാർഗങ്ങളും ദീർഘവീക്ഷണത്തോടെ വികസിപ്പിക്കണം. നമ്മുടെ പല റോഡുകളും നിർമ്മിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന്റെ 100-200 മടങ്ങ് വാഹനങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇതുമൂലം ഗതാഗത സ്തംഭനം നിത്യസംഭവമായി എന്ന് മാത്രമല്ല, ഇന്ധനനഷ്ടം, സമയനഷ്ടം, പരിസര മലിനീകരണം എന്നിവ ഇതിന് പുറമെയാണ്. സർക്കാർ ഉടമസ്ഥയിലുള്ള ഭൂമിയും വനവുമൊക്കെ മാഫിയകൾ വ്യാപകമായി കയ്യേറുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാനും കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനും ശക്തമായ സംവിധാനം ഉണ്ടാകും. ഇത് സർക്കാരുകളുടെ മാത്രം ബാധ്യതയായി കണക്കാക്കാതെ കേരള സമൂഹം ഒന്നടങ്കം ഉണർന്നിരിക്കേണ്ടിയിരിക്കുന്നു. ജലചൂഷണം, മണൽവാരൽ, പാറഖനനം എന്നിവയിലും കർശന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ജലവും മണ്ണും പാറയും ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതിയുടെ പേരിൽ വികസനം മുരടിപ്പിക്കുകയോ വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതി തകർക്കപ്പെടുകയോ പാടില്ല. IT വികസനം വലിയ സാധ്യതകൾ തുറക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊട്ടിഘോഷിച്ച സ്മാർട്ട് സിറ്റി പോലും ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ഓർക്കണം. ടൂറിസത്തിൻ്റെതാണ് മറ്റൊരു ശ്രദ്ധേയമായ മേഖല. ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമായ കേരളം പച്ചപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാനുമില്ല. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള ടൂറിസം വികസന സാധ്യതകൾ പരിശോധിക്കണം. ഇതിനാകട്ടെ നമ്മുടെ മണ്ണും പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കേണ്ടത് ഉപാധിയാണ്. ഈ തരത്തിൽ പുതിയ കാലത്ത് കേരളത്തിന്റെ വികസനത്തിന് അനന്തമായ സാധ്യതകളാണ് ഉള്ളത്. ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അത് കേവലം ഗവൺമെന്റിന്റെ മാത്രം കാര്യമായി കണ്ടുകൂടാ. സംഘടിത ബഹുജന പ്രസ്ഥാനങ്ങളും ജനാധിപത്യ രാഷ്ട്രീയ ബോധവും കേരളത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. ഇതിനൊപ്പം സഹകരണ പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും ശക്തമായ ശൃംഖലയുമുണ്ട്. ഈ സംഘടിത ശക്തിയും രാഷ്ട്രീയ ബോധവും ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ
ഭരണരംഗത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒരു കാരണവശാലും വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിക്കൂടാ. അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാളിച്ചകൾ ഇതിന് ഉദാഹരണമാണ്. ഈ വസ്തുക്കളുടെ എല്ലാം നാനാവശങ്ങൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ നാളുകളിൽ CPIM സംഘടിപ്പിച്ച പഠന കോൺഗ്രസ്. ഇതേ തുടർന്ന് അധികാരത്തിലെത്തിയ LDF ഗവൺമെന്റുകൾ പഠന കോൺഗ്രസുകളുടെ നിർദ്ദേശങ്ങൾ പലതും നടപ്പിലാക്കി. എങ്കിലും ഇക്കാലത്ത് വന്ന UDF സർക്കാർ ഇതെല്ലാം അട്ടിമറിക്കുകയായിരുന്നു. അതുകൊണ്ട് വികസന മുന്നേറ്റങ്ങൾക്ക് പലതും തുടർച്ചയുണ്ടായില്ല. ഇത് കേരള സമൂഹം ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണ 4ാമത് കേരള പഠന കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ മേഖലയിലെയും വിദഗ്ധർ പങ്കെടുക്കുന്ന ചർച്ചകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഒരു രൂപരേഖ പഠന കോൺഗ്രസിൽ തയ്യാറാക്കുമെന്നാണ് കരുതുന്നത്. ഈ വരുംകാല കേരള വികസനത്തിന് പുത്തൻ കുതിപ്പുകൾ നൽകാനും അത് സഹായകമായും. നന്ദി, നമസ്കാരം, അഭിവാദനങ്ങൾ.